പ്രാദേശിക ന്യൂസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വളയത്ത് നിന്ന് കാണാതായ യുവതിയെയും മക്കളെയും കണ്ടെത്തി. 3 പേരെയും നാളെ വളയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർദ്ദേശം. ഗതാഗതം തടസ്സപ്പെടുത്തിയത് ചോദ്യം ചെയ്ത സ്വകാര്യ ബസ് ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കേസെടുത്ത് പോലീസ്. കല്ലാച്ചിയിൽ KSSPA കല്ലാച്ചി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടധർണയും നടത്തി. വടകരയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചോറോട് പഞ്ചായത്തിലെ ശുചിത്വ വാർഡായി വൈക്കിലശ്ശേരി തെരു. വാർത്തകൾ വിശദമാണ്. വളയത്തെ ഭർതൃഗൃഹത്തിൽ നിന്നും ഇറങ്ങിപ്പോയ അമ്മയെയും 2 മക്കളെയും കണ്ടെത്തി. ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് യുവതിയെയും മക്കളെയും ഡൽഹിയിൽ നിന്നും കണ്ടെത്തിയത്. അമ്മയെയും മക്കളെയും കാണാതായ സംഭവത്തിൽ പോലീസും ഡൽഹി കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. 3 പേരും ഡൽഹിയിൽ എത്തിയതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ATM-ൽ നിന്നും പണം പിൻവലിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. യുവതി സഞ്ചരിച്ച സ്കൂട്ടർ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിലും പോലീസ് കണ്ടെത്തി. യുവതി ട്രെയിൻ ടിക്കറ്റ് എടുത്തുവെന്ന കണ്ടെത്തലിന് പിന്നാലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോലീസ് അന്വേഷണം വ്യാപിച്ചിരുന്നു. മാർച്ച് 28-ാം തീയതിയാണ് 9ഉം 5ഉം വയസ്സുള്ള കുട്ടികൾക്കൊപ്പം യുവതി വീട് വിട്ടിറങ്ങിയത്. മാർച്ച് 29-ന് വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യശ്വന്ത്പൂർ എക്സ്പ്രസിലാണ് യുവതിയും മക്കളും സഞ്ചരിച്ചത്. യശ്വന്ത്പൂരിൽ വെച്ച് ATM-ൽ നിന്നും ഇവർ പണം പിൻവലിച്ചിരുന്നു. പിന്നീട് ഡൽഹിയിലേക്ക് ട്രെയിനിൽ സഞ്ചരിച്ചെന്നായിരുന്നു പോലീസിന് ലഭ്യമായ വിവരം. ബംഗളൂരുവിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ CCTV ദൃശ്യങ്ങളിൽ യുവതിയും മക്കളും നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. ഈ വിവരത്തെ തുടർന്ന് യുവതിയുടെ ബന്ധുക്കളും ഖത്തറിലുള്ള ഭർത്താവും ഡൽഹിയിലെത്തി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. യുവതിയെയും മക്കളെയും നാളെ വളയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ ഭർത്താവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുപ്രകാരം ഇവർ നാട്ടിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പോലീസ് പറഞ്ഞു. റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത കാർ മാറ്റാൻ ആവശ്യപ്പെട്ട സ്വകാര്യ ബസ് ഡ്രൈവർക്ക് മാർത്തനം. വടകര തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന മഹബൂബ് ബസിന്റെ ഡ്രൈവർ വട്ടോളി സ്വദേശി ഷെല്ലിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി മൊകേരിക്കടുത്ത് ചട്ടമുക്കിലാണ് സംഭവം. സംഭവത്തിൽ ഒരാൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. നാട്ടുകാരൻ കൂടിയായ മുഹമ്മദ് എന്നയാൾക്കെതിരെയാണ് കേസ്. റോഡിൽ എതിർവശത്ത് ഒരു വാഹനം റോഡിൽ പാർക്ക് ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. ഡ്രൈവർ ബസ്സിൽ നിന്നിറങ്ങുന്നതും കാറിൽ നിന്നിറങ്ങിയ ആൾ ഹെൽമറ്റ് കൊണ്ട് അടിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSSPA കല്ലാച്ചി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടധർണയും നടത്തി. ധർണ സംസ്ഥാന സമിതി അംഗം KC ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാദാപുരം ബ്ലോക്ക് പ്രസിഡന്റ് KP പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സത്യൻ കടിയങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് KM രഘുനാഥ്, VV റിനീഷ്, VV വിനോദൻ, സർവോത്തമൻ മാസ്റ്റർ, K വത്സലകുമാരി ടീച്ചർ, PV ജയലക്ഷ്മി ടീച്ചർ, VP മൊയ്തു മാസ്റ്റർ, KP മോഹൻദാസ്, രാജീവ് പുതുശ്ശേരി, പ്രത്യജ്ഞൻ മാസ്റ്റർ, O രവീന്ദ്രൻ, ജോഷി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അഞ്ചുവിളക്ക് ജംഗ്ഷന് സമീപം മുനിസിപ്പൽ ലൈബ്രറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ചുമരിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം നിലമാകെ ചെളിയിൽ മുക്കുകയാണ്. കടുത്ത വേനലായതിനാൽ ശുദ്ധജല വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി. ഇതിനിടയിലാണ് വെള്ളം പാഴായി പോകുന്ന സ്ഥിതി. പൈപ്പ് പൊട്ടിയിട്ട് ദിവസങ്ങളായി. വിവരം സമീപത്തെ കച്ചവടക്കാർ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചെങ്കിലും നടപടി മാത്രമില്ല. ശുദ്ധജലം തുറന്നുവിടുമ്പോൾ ഇവിടെ പുറത്തേക്കാണ് വെള്ളത്തിന്റെ പോക്ക്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചോറോട് പഞ്ചായത്തിലെ ഏറ്റവും ശുചിത്വമുള്ള വാർഡായി 11ാം വാർഡായ വൈക്കിലശ്ശേരി തെരുവിനെ തിരഞ്ഞെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ പ്രഖ്യാപന വേദിയിൽ വെച്ച് മാലിന്യമുക്തം നവകേരളം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനലിൽ നിന്നും വാർഡ് മെമ്പർ പ്രസാദ് വിലങ്ങലിൽ, തൊഴിലുറപ്പുമേറ്റുമാർ, ഹരിതസേനാംഗങ്ങൾ, CDS മെമ്പർ എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് രേവതി K അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ K മധുസൂദനൻ, C നാരായണൻ മാസ്റ്റർ, ശ്യാമള പൂവേരി,
ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഷംന എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി രാജീവൻ വള്ളിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. HI ലിൻഷി നന്ദിയും പറഞ്ഞു. നികുതി പിരിവിലും 1-ാം സ്ഥാനം 11-ാം വാർഡിന് തന്നെയായിരുന്നു. ഇന്നത്തെ വാർത്താ സന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.